അതിജയിക്കാൻ കഴിയാത്തൊരു മഹാശക്തിയായി ബി ജെ പി മാറി. അങ്ങനെ അങ്ങനെ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. അങ്ങനെ ഒരു മഹാശക്തിയല്ല ബി ജെ പി ഇന്ത്യയെ സംബന്ധിച്ച്. ടോട്ടൽ ഇന്ത്യ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവസാനം 2024 ലോക്സഭ തെരഞ്ഞെടുപ്പ് എടുത്തു നോക്ക്. അതിൽ അവർക്ക് കേവല ഭൂരിപക്ഷം നൽകാതിരുന്നതും 400 സീറ്റ് എന്ന അവരുടെ മോഹം നൽകാതിരുന്നത് ഏത് സംസ്ഥാനമാണ്? അവരുടെ തന്നെ 2017 അവർ എന്താണ് അക്രോസ് ദ ഓൾ കാസ്റ്റസ് ഹിന്ദുത്വം ആവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വീമ്പിളക്കിയ ഉത്തർപ്രദേശാണ്. മോദിയെ പിടിച്ചു കെട്ടിയത് ഉത്തർപ്രദേശാണ്. അതർവൈസ് അവർ ഈ പറയുന്ന 400 കടന്നു പോയാനെ. ഉത്തർപ്രദേശ് അവരെ പിടിച്ചു നിർത്തിയെങ്കിൽ പിന്നെ ഏത് സംസ്ഥാനത്താണ് അത് കഴിയാത്തത്? എവിടെയാണ് ജനങ്ങൾക്ക് അത് തടഞ്ഞു നിർത്താൻ കഴിയാത്തത്? പ്രശ്നം ജനങ്ങളുടെ വില്ലല്ല പ്രശ്നം. കാരണം ഇത്രയും നാൾ രാഷ്ട്രീയ പാർട്ടികൾ നേരിട്ട് കൊണ്ടിരുന്ന തെരഞ്ഞെടുപ്പല്ല ഇപ്പം നേരിടുന്നത്. നിങ്ങളുടെ മുഴുവൻ ഡാറ്റയും ഈ 140 കോടി മനുഷ്യരുടെ ഡാറ്റയും ഒറ്റ കൺട്രോൾ റൂമിൽ, ഒറ്റ സ്റ്റോറേജ് റൂമിൽ ഉള്ള ഒരു ഭയാനകമായ ഭരണകൂടമാണ്. അവരുടെ ഈ മുഴുവൻ ഡാറ്റയും ഉണ്ട്. നിങ്ങൾ അനങ്ങുന്നത് എവിടെയാണെന്ന് അറിയാം. ഈ ഡാറ്റ ആർക്കില്ല? മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്കില്ല. കേരളത്തിലെ മുഴുവൻ വോട്ടർമാരുടെയും തമിഴ്നാട്ടിലെ മുഴുവൻ വോട്ടർമാരുടെയും ഡാറ്റ ഡൽഹിയിലെ ഒരു ബട്ടണിൽ ലഭ്യമാണ്. ബി ജെ പിക്ക്, അമിത്ഷായ്ക്ക് ലഭ്യമാണ്. ആ ഡാറ്റ പോട്ടെ, വോട്ടർ ലിസ്റ്റ് പോലും ചോദിച്ചാൽ കിട്ടാത്ത പ്രതിപക്ഷ പാർട്ടികളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഡാറ്റയാണ് ഏറ്റവും വലിയ വെപ്പൺ. അവരുടെ ആ ഡാറ്റ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അവർക്കറിയാം ആര് അവർക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ളത്. ബീഹാറിൽ എത്ര പേര് ബി ജെ പിക്ക് നിതീഷിനും ഇക്കുറി വോട്ട് ചെയ്യുമെന്ന് ഒരു സ്വിച്ച് അമർത്തിയാൽ അവർക്ക് മനസ്സിലാവും. അത് മറികടക്കാനുള്ള മാർഗ്ഗമാണ് അവർ നോക്കുന്നത്.